+2 പരീക്ഷയിൽ 1200 മാർക്കിൽ 1200 മാർക്കും നേടി അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ദേവനന്ദ എസ് പിള്ള സ്കൂളിലും നാടിനും അഭിമാനമായി. ദേവനന്ദയുടെ ഈ വിജയം സ്കൂളിലും വിദ്യാർത്ഥികൾക്കും അഭിമാനമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു പറഞ്ഞു. 2026 മാർച്ചിലെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയുടെ വിജയം അഞ്ചൽ ഈസ്റ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നേട്ടത്തിന് കാരണമായിരിക്കുകയാണ്. ദേവനന്ദയിലൂടെ 2ാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ ദേവനന്ദ ഫുൾ സ്കോർ നേടിക്കൊണ്ട് 1200 എന്ന സ്വപ്നതുല്യമായ ഒരു നേട്ടം നേടിക്കൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഒരു മഹത്വം ദേവനന്ദയിലൂടെ ഞങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. ഇതൊരു വെറുമൊരു മാർക്കിൻ്റെ നേട്ടമല്ല. ദേവനന്ദയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും കൂടി ഒരു വലിയ നേട്ടമാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഏതാണ്ട് 1500 കുഞ്ഞുങ്ങൾക്കും ദേവനന്ദ ഒരു പ്രചോദനമാണ്. പഠന പ്രവർത്തനങ്ങൾക്കപ്പുറം പാഠ്യേതരമായ മറ്റു കാര്യങ്ങൾക്ക് സംസ്ഥാന കലോത്സവ വേദികളിൽ, സെമിനാറുകളിൽ അടക്കം ദേവനന്ദ കഴിവ് തെളിയിച്ച മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. സിവിൽ സർവീസാണ് അവളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ സ്ഥിരോത്സാഹവും അവളുടെ ഉയർന്ന ലക്ഷ്യവും അതിലേക്ക് തന്നെ എത്തും. ക്ലാസ് ടീച്ചറുണ്ട്, PTA പ്രസിഡന്റുണ്ട്, SFC അംഗങ്ങളുണ്ട്. എല്ലാ അധ്യാപകരും ദേവനന്ദയോട് സന്തോഷം പങ്കിടാക്കിയിട്ടുണ്ട്. ഈ അധ്യാപകരുടെ എല്ലാം പ്രാർത്ഥനയും അവരുടെ പിന്തുണയും ഈ എൻ്റെ ഈസ്റ്റ് എന്ന ശ്രേഷ്ഠ വിദ്യാലയത്തിൻ്റെ കരുതലും ദേവനന്ദയ്ക്ക് ഇനിയും ഉണ്ടാകും. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ഒരു അഭിമാനത്തിൽ, സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. ഇനി വിദ്യാലയത്തിലേക്ക് വരുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ദേവനന്ദ ഒരു പ്രചോദനമായിരിക്കും. എല്ലാ നന്മകളും വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ദേവനന്ദയ്ക്ക്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ രാകേഷിന്റെയും ആയൂർ അർക്കന്നൂർ ഹൈസ്കൂളിലെ പ്രഥമാധ്യാപിക സരിജയുടെയും മകളാണ് ദേവനന്ദ എസ് പിള്ള. +2 ഹ്യൂമാനിറ്റീസ് വിഷയമാണ് ദേവനന്ദ എസ് പിള്ള എടുത്തത്. SSLC പരീക്ഷയിലും ദേവനന്ദ ഫുൾ A+ നേടിയിരുന്നു. ഫുൾ മാർക്ക് നേടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഇനി സിവിൽ സർവീസ് പരീക്ഷയാണ് ലക്ഷ്യമെന്നും ദേവനന്ദ പറഞ്ഞു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ഫസ്റ്റ് ഇയർ ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ ഇപ്രാവശ്യം ഫുൾ മാർക്ക് കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1200 എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗ്യം കൂടെ അതിന് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ആ ഭാഗ്യവും ടീച്ചർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒപ്പം ഞാൻ പരിശ്രമിച്ചതിൻ്റെ ഫലവുമായിട്ട് ഫുൾ മാർക്ക് നേടാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേടാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഉള്ളത് ദേവനന്ദ എസ് പിള്ളേർത്താണ്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. 1200 മാർക്ക് നേടി ഈ +2 പരീക്ഷയിൽ നാടിനും സ്കൂളിനും ഒക്കെ മാതൃകയായിരിക്കുകയാണ് ദേവനന്ദ എസ് പിള്ള. അതായത് 1200 മാർക്ക് നേടി നാടിനും പൊതുവിദ്യാലയങ്ങൾക്കൊക്കെ മാതൃകയായ മകളുടെ വീട്ടിലാണ്. വലിയ സന്തോഷം. മകൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് മത്സരത്തിലൊക്കെ പുരസ്കാരങ്ങളൊക്കെ ഇല്ലേ? അത് ഏതിലായിരുന്നു? 4 വർഷം സംസ്ഥാന കലോത്സവത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിനും ഇംഗ്ലീഷ് ഉപന്യാസത്തിനും പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ പല സെമിനാറുകൾക്കും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയായിരുന്നു. അതായത് ഇംഗ്ലീഷ് പ്രസംഗം, ഇംഗ്ലീഷ് ഉപന്യാസം കഴിഞ്ഞ 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ വെച്ച് നടത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. എല്ലാ രംഗത്തും സകലകലാ വല്ലഭി എന്ന് തന്നെ ദേവനന്ദ എസ് പിള്ളയെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് കാണാം. വീട്ടിൽ വന്ന മൊത്തം അവാർഡാണ്. അത് കുട്ടിക്കാലത്ത് മുതലേ അല്ലേ പഠിക്കാനൊക്കെ എല്ലാത്തിലും നല്ല ആക്റ്റീവായ ഒരു മകളാണ്. ഈ നാടിന് മാതൃകയാണ്. ദേവനന്ദ എസ് പിള്ളയെ നമ്മുടെ വരും തലമുറകൾ മാതൃകയാക്കിയാൽ ലക്ഷ്യസ്ഥലങ്ങളിലെത്താം. മോക്ക് IAS കാര്യമാവണം എന്നാണ് ആഗ്രഹം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. അന്നേരം അത് നടക്കട്ടെ. അതുപോലെ തന്നെ പിതാവ് അഞ്ചലിരുന്ന വില്ലേജ് ഓഫീസർ രാകേഷാണ്. മാതാവ് അർക്കന്നൂർ ഹൈസ്കൂളിലെ HM ഹെഡ്മിസ്ട്രസ് അല്ലേ? പേര് സരിജ ടീച്ചറിൻ്റെയും അഞ്ചൽ നേരത്തെ ഇരുന്ന വില്ലേജ് ഓഫീസർ രാകേഷിൻ്റെയും മകളാണ്. മകൾക്ക് എല്ലാവിധ ആശംസകളും ന്യൂസ് കേരളത്തിൻ്റെ പേരിൽ നേരുകയാണ്. പരീക്ഷാഫലം അറിഞ്ഞ ഉടൻ തന്നെ സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്കൂൾ PTA ഭാരവാഹികളും അധ്യാപകരും ദേവനന്ദയുടെ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തുമാണ് സ്കൂൾ അധ്യാപകരും ഭാരവാഹികളും സന്തോഷം പങ്കുവച്ചത്. കഴിഞ്ഞ സ്കൂൾ സംസ്ഥാന കലോത്സവത്തിലും ദേവനന്ദ വിവിധ മത്സരങ്ങളിൽ A ഗ്രേഡ് ഉൾപ്പെടെയുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വീണ്ടും 600 ലഭിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ടീച്ചേഴ്സ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പാരൻസ് ആയാലും എല്ലാവരും
ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം ഫുൾ മാർക്ക് ലഭിച്ചതിൽ എനിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ. എൻ്റെ എയിം എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ആഗ്രഹം. അതുപോലെ ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. ഇതിൽ വലിയ സ്കോപ്പ് ഇല്ല, അതുപോലെ ഇതിൽ മാർക്ക് മേടിക്കുന്ന ഒരു വലിയ കാര്യമേ അല്ല എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു സ്റ്റിഗ്മ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഹ്യൂമാനിറ്റീസ് ബാക്കി എല്ലാ സ്ട്രീമിനെ പോലെ തന്നെയും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. സയൻസിന് വേണ്ട അല്ലെങ്കിൽ കൊമേഴ്സിന് വേണ്ട ഒരു ടാലൻ്റ് അല്ല ഹ്യൂമാനിറ്റീസിന് വേണ്ടത് എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ടാലൻറ്റിനെയാണ് കുറച്ച് കാണുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ കുട്ടികളോടും നിങ്ങളെടുത്ത സ്ട്രീം വളരെ നല്ലതാണ്. സമൂഹത്തെ പറ്റി പഠിക്കുന്ന ഒരു സ്ട്രീമാണ്. ഇത് നമുക്ക് ചെയ്യേണ്ടത് നല്ല വായന വേണം. ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് കവർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്സിനുപരി നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്ന് അറിയാൻ ശ്രമിക്കണം. കാരണം നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു അറിവ് വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. അതൊക്കെ പ്രത്യേകിച്ച് MCQ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്സ് അവൈലബിൾ ആണ്. അതുപോലെ എനിക്ക് തോന്നുന്നു നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒരു കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.